തൃശൂർ പുന്നയൂർക്കുളത്ത് റോഡിന്റെ ഒരു ഭാഗം തോട്ടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു. ആറ്റുപുറം പറയിമ്പാടം റോഡാണ് ഇന്ന് രാവിലെ തകർന്നു വീണത്. അപകട സമയത്ത് എത്തിയ സ്വകാര്യ ബസ് ഡ്രൈവർ സമയോചിതമായി വാഹനം നിർത്തിയതിനാൽ വൻ ദുരന്തമൊഴിവായി. അതേസമയം റോഡിൽ വിള്ളൽ വീണത് ഒരാഴ്ച മുൻപേ കണ്ടെത്തിയിരുന്നുവെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. സാനു കെ സജീവ് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. സാനു, തൃശൂർ പുന്നയൂർക്കുളത്താണല്ലോ റോഡിന്റെ ഒരു ഭാഗം തോട്ടിലേക്ക് ഇടിഞ്ഞ് താഴ്ന്നത്. വലിയ രീതിയിലുള്ള അപകടം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലം. എന്തായാലും നാട്ടുകാർ നേരത്തെ തന്നെ ഇതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് ഒരാഴ്ച മുൻപേ കണ്ട വിള്ളലാണ്, പക്ഷേ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന്. എന്താണ് ഇതിന്മേലുള്ളൊരു വസ്തുത? രോഹിണി, ആറ്റുപുറം പാറയമ്പാടം റോഡാണ് ഇന്ന് 11:30യോടുകൂടി ഒരു ഭാഗം തകർന്ന് തോട്ടിലേക്ക് വീഴുന്നത്. അതായത് കഴിഞ്ഞ ഒരാഴ്ച മുൻപേ ഈ റോഡിന്റെ ഭാഗത്ത് വലിയ വിള്ളലൊക്കെ രൂപപ്പെട്ടിരുന്നു. ഇത് നാട്ടുകാർ ഈ PWD അധികൃതരെ വിവരം അറിയിച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് ആണ് ഈ റോഡിന്റെ നിർമ്മാണമൊക്കെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ കാലേക്കൂട്ടി, അതായത് വിള്ളൽ രൂപപ്പെട്ട സമയത്ത് തന്നെ അവർ കൃത്യമായിട്ട് അധികൃതരെ ഈ വിവരം അറിയിച്ചിരുന്നു. എന്നാൽ അത് വന്ന് നോക്കാനോ അതിന്റെ പ്രശ്നം എന്താണെന്ന് പരിഹരിക്കുന്ന കാര്യത്തിലോ വലിയ വീഴ്ചയാണ് PWD ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്, പൊതുമരാമത്തിന്റെ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതായത് 13 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കഴിഞ്ഞ 8 വർഷം മുൻപാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. വലിയ കൊട്ടിഘോഷിച്ചുള്ള നിർമ്മാണ ഉദ്ഘാടനവും അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയെങ്കിലും റോഡിന് ഇത്തരത്തിൽ എന്തുകൊണ്ട് വിള്ളലുണ്ടായി എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ ഈ പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ ഈ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴുന്നത് കണ്ടുകൊണ്ട് സ്വകാര്യ ബസ് കൃത്യമായിട്ട് നിർത്തിയതിനാൽ വലിയ ദുരന്തവും ഒഴിവായിട്ടുണ്ട്. നിരവധി വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന സമയത്താണ് ഈ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് പൊടുന്തനെ തോട്ടിലേക്ക് പതിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു ഭാഗം വലിയ താഴ്ചയിലേക്ക് പതിച്ച നിലയിലാണുള്ളത്. എന്തായാലും റോഡിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് ഇത്തരത്തിൽ റോഡ് തകരാൻ കാരണമായിട്ടുള്ളതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ റോഡിന്റെ നിർമ്മാണത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും നാട്ടുകാർ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 8 വർഷം മുൻപ് 13 കോടി രൂപ മുടക്കി നിർമ്മിച്ച റോഡാണ് ഈ വിധം ഒരു ഭാഗം പൂർണ്ണമായിട്ട് തകർന്ന് തോട്ടിലേക്ക് മറിഞ്ഞ നിലയിലുള്ളത്. രോഹിണി. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.